വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, മാനസികമായി സ്ഥിരതയുള്ള ആളല്ല എന്ന് പോലീസ് പറയുന്നു. മറ്റു ചില സൂചനകൾ, അതായത് ജ്യോതിഷത്തിലടക്കം ഇവർ വിശ്വസിച്ചിരുന്നു. ഒരു ജ്യോത്സ്യൻ ഈ കുഞ്ഞ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്ന തരത്തിൽ പറഞ്ഞു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് പോലീസും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, പ്രതി ഹരിയെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വൈദ്യപരിശോധന നടത്തിയ ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഹരിയുടെ മൊഴി സംബന്ധിച്ച് പോലീസിന് കൂടുതൽ വ്യക്തതയില്ല. കാരണം ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആൾ ആണെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ ആ പരിസരത്ത് അന്വേഷിക്കുമ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിക്കുന്നത്. കൃത്യമായി എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾ എന്ന രീതിയിൽ തന്നെയാണ് ആ പ്രദേശവാസികളും കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വാട്സപ്പ് ചാറ്റൊക്കെ നടന്നത്? അത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പോലീസ് കൃത്യമായ ഒരു ഉത്തരം നൽകുന്നില്ല. അത് ഫോറൻസിക്കിന്റെ പരിശോധന വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്ന കാര്യം SP പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ജ്യോത്സ്യനുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്റെ ഇടപാടുകൾ, അതിലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ കൊലപാതകത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രേരണ നൽകിയത് വിനോദ് സൂചിപ്പിക്കുന്നത് പോലെ ഈ വാട്സപ്പ് ചാറ്റുകൾ അടക്കം എങ്ങനെയാണ് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും പിന്നീട് എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. ജ്യോത്സ്യന്റെ പങ്കടക്കം ഏത് നിലയിലാണ് പോലീസ് പരിശോധിക്കുന്നത്? ഇതുവരെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം, ജ്യോത്സ്യന് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിലൊരു പങ്കുണ്ട് അല്ലെങ്കിൽ കൊലപാതകത്തിന് കാരണമാകാവുന്ന തരത്തിലുള്ള ഒരു പ്രേരണയായി പ്രവർത്തിച്ചു എന്ന നിലയ്ക്കൊരു തെളിവ് ലഭിച്ചിട്ടില്ല എന്നതാണ്. നമ്മൾ അത് ആവർത്തിച്ച് SP യോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ കുഞ്ഞിന്റെ ജനനശേഷം അമ്മാവന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ജ്യോത്സ്യൻ പറഞ്ഞതായി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. SP യുടെ വാക്കുകൾ പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നത് ഈ പ്രതി പിടിയിലായിട്ടുണ്ട്, കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ അമ്മ ജ്യോത്സ്യന് 35 ലക്ഷം രൂപ നൽകി എന്ന ഒരു പരാതി ഒരാഴ്ച മുൻപ്, ഈ സംഭവം നടക്കുന്നതിനും ഒരാഴ്ച മുൻപ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതിയായി പറഞ്ഞിരുന്നു. അത് രേഖാമൂലം എഴുതി നൽകിയ ഒരു പരാതി ആയിരുന്നില്ല. ആ തുക, അത്രയും വലിയ തുക നൽകാനുള്ള കഴിവ് ആ കുടുംബത്തിന് ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അക്കാര്യം ജ്യോത്സ്യനും പറയുന്നുണ്ട്. ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന കാര്യം ജ്യോത്സ്യനും പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു തുക അവർ നൽകിയിട്ടില്ല എന്ന കാര്യമാണ് SP യും പറയുന്നത്. അതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഈ മോട്ടീവ് എന്താണ്, എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്, അക്കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. കുറ്റസമ്മതം മൊഴിയായി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിന് കൊലപ്പെടുത്തി എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്ന് റിമാൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായും റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാകും. ആ റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കുന്നെങ്കിലേ ഉള്ളൂ. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വൈകാതെ മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അമ്മയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അമ്മുമ്മയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ വീട്ടിലും ചില പൂജകളും അത്തരത്തിലുള്ള ചടങ്ങുകളും നടന്നിരുന്നതായ സൂചനകൾ പോലീസിന് ലഭിച്ചു. അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ഇതിന് പ്രേരണയായോ എന്നതടക്കം മറ്റ് ഈ വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായും പോലീസിന്റെ ഔദ്യോഗികമായി ഒരു വിവരം വന്നാൽ മാത്രമേ നമുക്കും അത് പൊതുസമൂഹത്തോട് പറയാൻ കഴിയൂ. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ സഹോദരനും സഹോദരി നടത്തിയ ചില ചാറ്റുകൾ, അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇതുവരെയും കൊലപാതകത്തിന് എന്താണ് കാരണമായത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് SP പറയുകയും ചെയ്യുന്നു. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. ദുരൂഹമാണ് ജ്യോത്സ്യൻ ദേവിദാസന്റെ വീടിന് പരിസരത്തെ സാഹചര്യം. നിരന്തരം ഇവിടെ ആളുകൾ വന്നു പോകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ശംഖുമുഖം ദേവിദാസൻ എന്ന ജ്യോതിഷഭൂഷണം, ജ്യോതിഷ ശിരോമണി, പൂജാരത്നം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന പ്രദീപിന്റെ ജ്യോതിശാലയത്തിലേക്ക്, വീട് കൂടി ഉൾപ്പെടുന്ന ജ്യോതിശാലയത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെയാണ് അയാളുടെ ഈ ജ്യോതിശാലയം. നിരവധി ആളുകൾ നേരത്തെയൊക്കെ വന്നു പോകുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്ന ആ സ്ഥലമാണ്. അവിടെയാണ്, ഈ സ്ഥലത്താണ് ഇവിടെ ഈ ജ്യോതിശാലയവും വീടുമുള്ളത്. വീടുമായി ചേർന്ന് തന്നെയാണ് ജ്യോതിശാലയം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ രാശിയൊക്കെ വ്യക്തമാക്കുന്ന, രാശിയൊക്കെ വരച്ച് ഈ ബോർഡിൽ ഇവിടെ വച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. അവിടെ നിന്ന് മാറിയാൽ ഈ ഹോമ കുണ്ടം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ഈ പൂജാ സ്ഥലങ്ങളൊക്കെ കാണാനാകും. ഇവിടെ
വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. തൊട്ട് പുറകിലാണ് ഇയാളിവിടെ വീടും അതുപോലെ തന്നെ ഈ ഹോമകുണ്ഡവും ഒക്കെ ഉള്ളത്. ഉള്ളിലേക്കാണ് ഈ ആരാധന നടക്കുന്ന, പൂജ നടക്കുന്ന സ്ഥലങ്ങൾ. ഇത് ഇയാളുടെ ഹോമകുണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഈ ഹോമകുണ്ഡം ഇവിടെ രാത്രിയിൽ പകലുമൊക്കെ പൂജകൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. 10-17 വർഷമായി പ്രദീപ് ഇവിടെ താമസിക്കുന്ന ആളാണ്. നേരത്തെ ഇയാൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. ന്യൂ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ഈ കരിക്കകത്ത് തന്നെയുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം അതിന് മുമ്പ് മുട്ടക്കച്ചവടവും നടത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടിലൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട് എന്ന് പറയണം. ഇതിനു മുമ്പ് ജോലിസിനാവുന്നതിന് മുമ്പ് വേറെ എന്തോ അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. എന്താണ് ഈ പ്രദീപിന്റെ ഈ കൊലപാതകത്തിലെ പങ്കെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന്, പ്രത്യേകിച്ചും ഷീതുവിനും സഹോദരൻ ഹരികുമാറിനും ഒക്കെ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കൂടിയാണോ ഈ കൊലപാതകമെന്ന സംശയമാണ് പോലീസിനുള്ളത്. ഷീതു കുറച്ച് ദിവസം മുമ്പ് തലമുണ്ടനം ചെയ്തു, അതും ഈ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ പ്രദീപിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്.